ഇന്നത്തെ തൊഴിൽ അവസര വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. തൊഴിൽ വാർത്തകൾ തുടർന്നും ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ തൊഴിൽ വാർത്തകൾ. നിങ്ങളുടെ അടുത്തുള്ള HDFC ബാങ്കിൽ റിലേഷൻഷിപ്പ് മാനേജറാവാൻ അവസരം. 500 ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. യോഗ്യത ബിരുദം. HDFC ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായി സുവർണ അവസരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കായ HDFC ബാങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് മാനേജറുടെ തസ്തികയിൽ നിയമനം നടത്തുന്നു. മിനിമം ഡിഗ്രി യോഗ്യതയും 1 വർഷത്തെ സെയിൽസ് പരിചയമുള്ളവർക്ക് റിലേഷൻഷിപ്പ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. മൊത്തം 500 ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ HDFC ബാങ്കിന്റെ കരിയർ പേജ് എടുക്കുക. വെബ്സൈറ്റ് വിലാസം https://leads.hdfcbank.com/apply/hdfcbank/rm-opening index.aspx. വെബ്സൈറ്റിൽ പ്രവേശിച്ച് വെബ്സൈറ്റിൽ കാണുന്ന അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. സല്യൂട്ടേഷൻ മിസ്റ്റർ, മിസ് ഓർ മിസ്സിസ്. ഫസ്റ്റ് നെയിം കൊടുക്കുക. ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുക. ഇമെയിൽ ID വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. സിറ്റി കൊടുക്കുക. ലൊക്കേഷൻ എവിടെയാണോ നമുക്ക് ജോലി ചെയ്യേണ്ട ലൊക്കേഷൻ അത് സെലക്ട് ചെയ്യുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് എത്ര വർഷമാണെന്നുള്ളത് അത് കൊടുക്കുക. ഫ്രഷർ ആണെങ്കിൽ അത് കൊടുക്കുക. നോട്ടീസ് പീരീഡ് എപ്പോഴാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്, നമുക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ജോയിനർ ആണെങ്കിൽ അത് കൊടുക്കുക. ലെസ് ദാൻ 15 days അതെല്ലാം നമുക്ക് 60 മുതൽ 90 ദിവസം വരെ സമയം വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നോട്ടീസ് പീരീഡ്. ഇൻഡസ്ട്രി ഏതാണ് നമ്മളുടെ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ബാങ്കിങ്, BPO, നോൺ ബാങ്കിങ്, IT ഇവിടെ കുറെ ലിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. കറന്റ് കമ്പനി ഇപ്പോൾ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ കമ്പനിയുടെ അഡ്രസ് കൊടുക്കുക. കറന്റ് ജോബ് റോൾ ഏതാണോ അത് കൊടുക്കുക. നമ്മുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഏതാണെങ്കിൽ അത് കൊടുക്കുക. BA, BBA, BCom, MCom ഏതാണോ ഹയർ എഡ്യൂക്കേഷൻ അത് കൊടുക്കുക. നമ്മുടെ റെസ്യൂമെ നമ്മൾ മുൻപ് റെസ്യൂമെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ആ റെസ്യൂമെ സ്കാൻ ചെയ്ത് നമ്മുടെ അപേക്ഷയിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഇൻട്രസ്റ്റഡ് റോൾ ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ബ്രാഞ്ച് ബാങ്കിങ് ഓപ്പറേഷൻ, ബ്രാഞ്ച് ബാങ്കിങ് സെയിൽസ് റിലേഷൻഷിപ്പ് മാനേജർ, വെർച്വൽ ചാനൽ സെയിൽസ് റിലേഷൻഷിപ്പ് മാനേജർ ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. താഴെ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡിക്ലറേഷൻ ആണ്. ആ ഡിക്ലറേഷൻ ചെക്ക് ലിസ്റ്റ് ഓൺ ആക്കിയിടുക. പിന്നെ ഒരു എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ആയി എടുക്കാം. പിന്നെ വീണ്ടും താഴെ ഒരു ചെക്ക് ബോക്സ് കൂടിയുണ്ട്. അതും സെലക്ട് ചെയ്തിടുക. അങ്ങനെ 3 ചെക്ക് ബോക്സുകളും സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കോഡ് കാണാം Y9JPJS. അത് ആ ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇന്റർവ്യൂവിന് ഹാജരാകാനായി വിളിക്കുന്നത് കാത്തിരിക്കാം. ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. വാർത്ത ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.